ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ 2025 വിൽപ്പനയിൽ പ്രീമിയം ഹൈ എൻഡ് സ്മാർട്ട് ഫോണുകളിൽ നിരവധി ഹോട്ട് ഡീലുകൾ അവതരിപ്പിച്ചു. പ്രധാനമായും ആപ്പിൾ ഐഫോൺ 16, ഐഫോൺ 16 പ്രോ എന്നിവയ്ക്ക് വമ്പൻ ഓഫറുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇത് ആയിരക്കണക്കിന് ഉപഭോക്താക്കളെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ 2025 ലൈവായതിന് തൊട്ടു പിന്നാലെ നിരവധി ഉപഭോക്താക്കൾ ഐഫോൺ 16 51,999 രൂപയ്ക്കും ഐഫോൺ 16 പ്രോ 75,999 രൂപയ്ക്കും ബുക്ക് ചെയ്തു. ഫ്ലിപ്കാർട്ട് പ്ലസ് ബ്ലാക്ക് അംഗങ്ങൾക്കുള്ള ആദ്യകാല ആക്സസ് സെപ്റ്റംബർ 22-ന് ആരംഭിച്ചു. തുടർന്ന് സെപ്റ്റംബർ 23-ന് എല്ലാവർക്കും ആക്സസ് ലഭിച്ചു. എന്നാൽ ഏറെ പ്രതീക്ഷയോടെ ഐഫോൺ 16 ബുക്ക് ചെയ്ത പലരുടെയും സന്തോഷം പെട്ടെന്ന് തന്നെ കൈപ്പേറിയ അനുഭവമായി മാറി. വിജയകരമായി പണമടച്ചിട്ടും ഓർഡറുകൾ നൽകി മണിക്കൂറുകൾക്കുള്ളിൽ ക്യാൻസലേഷൻ നോട്ടീസുകൾ ലഭിച്ചതായി പല ഉപഭോക്താക്കളും റിപ്പോർട്ട് ചെയ്തു. ഇടപാടുകൾ പൂർത്തിയായിട്ടും പേയ്മെന്റ് പരാജയങ്ങൾ എന്ന പ്ലാറ്റ്ഫോം വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകൾ ഉപഭോക്താക്കളിൽ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കിട്ടു. ഈ സംഭവത്തിന്റെ ഫലമായി പ്ലാറ്റ്ഫോം ബിഗ് ബില്യൺ സ്കാം നടത്തുന്നുവെന്ന് ആരോപിക്കുന്ന ഹാഷ്ടാഗുകളും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇത് ആപ്പിൾ ഐഫോൺ 16 സീരീസിൽ മാത്രം ഒതുങ്ങിയില്ല. ഒന്നിലധികം റിപ്പോർട്ടുകൾ പ്രകാരം ഗൂഗിൾ പിക്സൽ 9, നത്തിങ് ഫോൺ 3 എന്നിവയുൾപ്പെടെ മറ്റ് പ്രീമിയം സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നവരുടെ ബുക്കിംഗുകളും പെട്ടെന്ന് റദ്ദാക്കലുകൾ നേരിട്ടിട്ടുണ്ട്. റദ്ദാക്കലുകളെ തുടർന്ന് ചില പ്രത്യേക ഹാൻഡ്സെറ്റുകളുടെ വില വർദ്ധിച്ചതായി ചില ഉപയോക്താക്കൾ അവകാശപ്പെട്ടു. ഇത് പ്രതിഷേധത്തിന് ആക്കം കൂട്ടി. ഫ്ലിപ്കാർട്ടിൽ ഐഫോൺ 16, ഐഫോൺ 16 പ്രോ വിൽപ്പന നടത്തിയത് ഒരു തട്ടിപ്പാണോ എന്ന് പല ഉപഭോക്താക്കളും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. നിയമപരമായി ഇതൊരു തട്ടിപ്പാണോ എന്ന് വ്യക്തമല്ലെങ്കിലും ഈ അനുഭവം തീർച്ചയായും ഉപഭോക്താക്കളെ നിരാശരാക്കിയിരിക്കുകയാണ്.